അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും ഫെയിലാവില്ല. വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഇടുന്നത്. ഇത് വീട്ടിൽ പച്ചരി വറുത്ത് പൊടിച്ച് പുട്ടിൻ്റെ പാകത്തിന് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് 2.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് പൊടി മുഴുവൻ നനയുന്നത് വരെ ഇളക്കണം. എന്നിട്ട് ഇത് അടച്ച് ഒരു ഭാഗത്ത് വയ്ക്കുക. ഇനി 1 കപ്പ് ചിരകിയ തേങ്ങ, 1/2 കപ്പ് മട്ട അരി വേവിച്ചത്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 5 വലിയ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. നമ്മളുടെ മിക്സിയുടെ ജാറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചേർക്കുക, ഇല്ലെങ്കിൽ അടിക്കുമ്പോൾ പുറത്തേക്ക് പോകും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അടിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കുക. നിങ്ങളുടെ ജാറ് ചെറുതാണെങ്കിൽ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം വേണം അടുത്ത സെക്ഷൻ ഇടാനായിട്ട്. ഇതൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ പൊന്താൻ വെക്കുകയാണ്. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് 3 മണിക്കൂർ കൊണ്ട് എൻ്റെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ തലേദിവസം അരച്ച് വെച്ച് 8 മണിക്കൂർ അടച്ചു വെച്ചാൽ നന്നായി പൊന്തി വരും. ഇത് ഞാൻ രാവിലെ അരച്ചതാണ്. 3 മണിക്കൂർ കൊണ്ട് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി അപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 3 സ്പൂൺ തേങ്ങയും ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത്തിരി വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അത് ഇതിലേക്ക് ചേർക്കുക. പൊന്തി വന്ന മാവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം 5 മിനിറ്റ് നേരം ഈ മാവ് വെക്കണം. 5 മിനിറ്റിന് ശേഷം മാത്രമേ അപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാവൂ. അപ്പം ഉണ്ടാക്കുമ്പോൾ മുകളിൽ നിന്ന് മാത്രമേ നമ്മൾ കോരിയെടുക്കാൻ പാടുള്ളൂ, വല്ലാതെ ഇളക്കി എടുക്കരുത്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് ബബിൾസൊക്കെ വന്ന് പൊന്തുന്നൊരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് മാത്രം ഇങ്ങനെ പഠിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പം സാധാരണ ചുടുന്നത് പോലെ ദോശത്തട്ടി ചുടാം, ഇല്ലെങ്കിൽ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാം. ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടും മുരിഞ്ഞിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. അതുപോലെ ഈസ്റ്റിൻ്റെ കുത്ത് ഉണ്ടാവില്ല. പലരും അരച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റിൻ്റെ കുത്ത് വരുന്നു എന്ന് പറയാറുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസ്റ്റിൻ്റെ കുത്ത് വരില്ല. നല്ല ടേസ്റ്റുള്ള അപ്പം കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.